എനിക്ക് സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ സത്യത്തിൽ എന്താണെന്ന് അറിയില്ല. കഞ്ചാവ് മാത്രം ഞാൻ മയക്കമരുന്നിൽ കേട്ടിട്ടുള്ളൂ. ജയിലിലൊക്കെ പോയിട്ടാണ് ഞാൻ ഈ മയക്കമരുന്ന് അവിടെ പ്രതികളുണ്ടല്ലോ. ആദ്യം ഇവൻ പറഞ്ഞു മരുമോളുടെ പേര്, അനിയത്തിയുടെ പേര്. പിന്നെ ഇവൻ ആകെ മാറി. പിന്നെ അവൻ പറയണത് അവളല്ല അവരല്ലാന്നാ പറയണത്. ഇനി അതിൻ്റെ പേരിൽ ഇവർ വല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവോ അതും അറിയില്ല. ഈ മരുമോളുടെ അനിയത്തിയും വീട്ടിലുണ്ടായി. എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല ഇവരിങ്ങനെ ചെയ്തത്. കൊല്ലാതെ വിട്ടത് എൻ്റെ ഭാഗ്യം. പാർലറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷെ അവരെവിടെയും അന്വേഷിച്ചില്ല. കറക്റ്റ് ഈ ബാഗിൽ നിന്നും വണ്ടിയിൽ നിന്നുമാണ് അവർ അതെടുത്തത്. അപ്പോൾ എനിക്ക് ആരെയും സംശയം ഉണ്ടായില്ല. ബ്യൂട്ടി പാർലർ, അപ്പം അതിൻ്റെ കുറേ കേസുകൾ വരുന്ന കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കും. ദൈവവിശ്വാസം നന്നായിട്ടുണ്ട്, അതാണല്ലോ രക്ഷപ്പെട്ടത്. അപ്പം നൈജീരിയക്കാരൻ, ഞാൻ ഓർക്കുന്നത് നൈജീരിയക്കാരൻ വഴി ദൈവം എന്നെ സഹായിച്ചു. അത് ആ ഒറിജിനലാണെങ്കിൽ, ആ കൊടുത്തത് ആള് പറ്റിച്ചു. ഒറിജിനലാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയ എൻ്റെ അവസ്ഥ. മകന് ഈ ഒരു കേസിൽ എന്തെങ്കിലും കൂടുതലായിട്ട് സഹായിക്കാമായിരുന്നു എന്ന് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അവൻ, അതായത് എന്നെ ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരുടെ മേലെയും സംശയം ഉണ്ടായില്ല. അത്ര വലിയ, ഞാൻ പറഞ്ഞില്ല ചെറിയ പാർലർ വെച്ച് നടത്തണ എനിക്ക് അങ്ങനെ ശത്രുത വരാനായിട്ട് ഞാൻ സാധാരണയായിട്ട് എല്ലാവരുമായിട്ടും നല്ല സൗമ്യമായിട്ട് പോണ വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ആരെയും സംശയം ഉണ്ടായില്ല. തലേ ദിവസം ഈ മരുമോളുടെ അനിയത്തിയും വീട്ടിലുണ്ടായി. ഇവരെന്നോട് നല്ല സ്നേഹത്തിലായിരുന്നു. അപ്പോൾ ഇവർ വീട്ടിലുണ്ടെങ്കിലും എനിക്ക് ഇവരോട് ഒട്ടും സംശയം ഉണ്ടായില്ല. അപ്പോൾ ഇവർ പിടിച്ച സമയത്ത് എന്നോട് പല ചോദ്യങ്ങൾ ചോദിച്ചു, എവിടെയെങ്കിലും പോയിട്ടുണ്ടായി. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കണ ബാഗ്, നിങ്ങൾ ഉപയോഗിക്കണ വണ്ടി, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിൽ വരിക? അപ്പോൾ എനിക്കതിന് മറുപടി പറയാനില്ല. അത് സത്യമാണല്ലോ, ഞാൻ ഉപയോഗിക്കണ ബാഗ്, ഞാൻ ഉപയോഗിക്കണ വണ്ടി, ഇതിലെങ്ങനെ? അപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ. ഞാൻ നേരെ പാർലറ്, വീട്ടിൽ നിന്ന് പാർലറ്, പിന്നെ വീട്, പിന്നെ മോളുടെ വീട്ടിൽ, മോള് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, അത് മാത്രം പോവാറുള്ളൂ. പിന്നെ വേറെ എവിടെയും പോവാറില്ല. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു ബാംഗ്ലൂരിൽ ആരെങ്കിലും ഈ സാധനം ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ കണക്ഷൻ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ വീട്ടിലുണ്ട്, അവൾ ബാംഗ്ലൂരിലാണ്, അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവരോട് പറയായിരുന്നു അവർക്ക് എന്നെ ചെയ്യേണ്ട കാര്യമില്ല, അത്ര വലിയ ശത്രുതയൊന്നും ഇല്ല. പക്ഷെ അവരങ്ങനെ ചെയ്യില്ല. തലേ ദിവസം നമ്മളോട് നല്ല ചിരിച്ച് കളിച്ചിട്ടുണ്ടായ ആൾക്കാരാണ്. അപ്പം നമ്മളത് സംശയിക്കൂലല്ലോ അവരോടും. അപ്പം ഞാൻ അവരോട്, ഓഫീസറോട് പറയുന്നേ അങ്ങനെ അവർ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലോ, ഇങ്ങനെ അവരും ഞാനും തമ്മിൽ വഴക്കായിരുന്നു, ചിലപ്പോൾ അവർ ചെയ്തിരിക്കാം, അങ്ങനെയാണ്. പക്ഷെ ഞാൻ പറയായിരുന്നു അവരെന്നെ അങ്ങനെ ചെയ്യില്ല, അങ്ങനെയാണ്. പിന്നെ ജയിലിലൊക്കെ പോയിട്ടാണ് ഞാൻ ഈ മയക്കമരുന്ന് അവിടെ പ്രതികളുണ്ടല്ലോ അവരോട് ചോദിക്കുക. എനിക്ക് സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ സത്യത്തിൽ എന്താണെന്ന് അറിയില്ല. കഞ്ചാവ് മാത്രം ഞാൻ മയക്കമരുന്നിൽ കേട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ അവരോട് ചോദിക്കായിരുന്നു സ്റ്റാമ്പ് പറഞ്ഞെങ്കിൽ എന്തിട്ടാണ്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ നാക്കിൻ്റെ അടിയിൽ വെക്കുന്നതാണ്, ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ചേച്ചിക്ക് ബാംഗ്ലൂരിൽ, അപ്പോഴാണ് എനിക്ക് പിന്നെ തലേ ദിവസത്തെ സംഭവങ്ങളൊക്കെ ഓർക്കണം. അപ്പോൾ വൈകിട്ട് എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി, വീട്ടിലുണ്ടായി. അപ്പോഴാണ് എനിക്ക് ഇനിയിപ്പോൾ ഇവർ ചെയ്തിരിക്കുമോ അങ്ങനെ. അപ്പോൾ പിന്നെ വീട്ടുകാർക്കും അവരുടെ മേലെ തന്നെ സംശയമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വ്യക്തികളെ, ഹസ്ബൻഡും മോളും മരുമോനും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഈ മോന് സിസ്റ്ററിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവരുടെ ഫാമിലിയിൽ മോനും തമ്മിൽ കുറേ ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അതിൽ മരുമോൾ പിണങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ജയിലിലുള്ള സമയത്താണ് അത്. പിന്നെ കേസായി, അത് എവിടെ കൊല്ലത്തിലോ എവിടെ ഉണ്ടായി മരുമോൾ. പിന്നെ അവിടെ പോയി കൊണ്ടുവന്നു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ പിന്നെ അവന് നമ്മളായിട്ട് പിന്നെ അവൻ പറയണത് അവരല്ല, അങ്ങനെയാണ്, അവരല്ല വേറെ ആരോ ചെയ്തിരിക്കാം, അങ്ങനെയാണൊക്കെയാണ് അവൻ പറയുന്നത്. ഒരു പക്ഷെ അറിഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നുന്നു വല്ല അവരിഞ്ഞിപ്പോൾ വല്ല ഭീഷണി, ഞാൻ പറഞ്ഞില്ല അവരുടെ സ്വർണം ഇതൊക്കെ എടുത്തിട്ട് മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇനി അതിൻ്റെ പേരിൽ ഇവർ വല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവോ അതും അറിയില്ല. പിന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല. സത്യം എന്തെങ്കിലും ആണെങ്കിൽ തുറന്നു പറയാമല്ലോ. 2 പ്രാവശ്യം അവർ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടും വന്നില്ല. ഇപ്പം അവൻ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ ഈ സംഭവം കഴിഞ്ഞ പിന്നെ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞങ്ങൾ വിളിക്കാറില്ല.
അത് കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായി. ഇതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ അമ്മമാരാകുമ്പോൾ മകനോട് മക്കളോട് എപ്പോഴും ക്ഷമിക്കും, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് പൊറുക്കാനുള്ളൊരു മനസ്സ് അവർക്ക് എപ്പോഴും ഉണ്ടാവും. ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒന്നൊന്നും വിളിച്ച് സംസാരിച്ച് അതൊന്ന് സോൾവ് ചെയ്യണം എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മുന്നിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? ആദ്യമൊക്കെ കുറേ നമ്മൾ, അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അപ്പോൾ ആദ്യം ഇവൻ പറഞ്ഞു മരുമോളുടെ പേര്, അനിയത്തിയുടെ പേര്. പിന്നെ ഇവൻ ആകെ മാറി. പിന്നെ അവൻ പറയണത് അവളല്ല അവരല്ലാണ് പറയണത്. നമ്മളായിട്ട് അവന് ഞങ്ങള് 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം എന്താ മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കാണാൻ വന്നിട്ടുണ്ടായി. അപ്പം നമ്മൾ പറഞ്ഞിട്ടും അവന് സമ്മതിച്ചില്ല, അവരല്ല അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിന്നെ പേടിയായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. ഇനി വീണ്ടും നമ്മൾ അവരോട് പോയി, ഇനി വീണ്ടും നമ്മൾ എന്തെങ്കിലും, ഇപ്പം ഈ എന്ത് കാരണമാണെന്ന് എനിക്കറിയില്ല ഇവരിങ്ങനെ ചെയ്തത്. എൻ്റെ ഭാഗ്യം, ചിലപ്പോൾ കൊല്ലാതെ വിട്ടത് എൻ്റെ ഭാഗ്യം. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അതും കൂടി ചിന്തിക്കാൻ അവർ ഇതാവില്ല. അപ്പോൾ പിന്നെ ഭയങ്കര പേടി, സത്യം പറഞ്ഞെങ്കിൽ പേടിയായിരുന്നു. ഇനി വീണ്ടും അവിടെ പോയി മോനായിട്ട് ഇനി വീണ്ടും വല്ല പ്രശ്നം വേണ്ട പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ വിളിക്കാതെ ഇരുന്നത്. ബ്യൂട്ടി പാർലറുകൾ അല്ലെങ്കിൽ എന്താ പറയുക സ്പാ സെന്റേഴ്സ്, അങ്ങനെ ഒരുപാട് അതിൻ്റെ മറവിൽ ഒരുപാട് എന്താ പറയുക ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അനാശാസം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ വരാനായിട്ടുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇത് വിശ്വസിച്ചിട്ടില്ലേ? എൻ്റെ പാർലർ പറഞ്ഞെങ്കിൽ ചെറിയൊരു പാർലറാണ്, ചെറിയൊരു റൂം. ആ റൂമിൽ പകുതി ഒരു ഫേഷ്യൽ ബെഡ്, ഒരു ത്രെഡിങ് ചെയർ, ഇത്രയേ ഉള്ളൂ. ഇത് 2 ഇട്ടിട്ട്, അതാണ് ചെറിയ പാർലറാണ്. ഫ്രണ്ടിൽ ടൈലറിങ് ചേച്ചി. അപ്പോൾ ഈ ചെറിയ പാർലറിൻ്റെ ഉള്ളിൽ എപ്പോഴും അത് ഓപ്പൺ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം. ഞാൻ 7 വർഷമായി ഈ പാർലർ. ഇതിൻ്റെ മുമ്പ് ഞാൻ ചാലക്കുടിയിൽ തന്നെ ഒരു പാർലറിൽ 6 വർഷം വർക്ക് ചെയ്തുകൊണ്ടുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ തുടങ്ങിയത്. 7 വർഷം ഞാൻ തുടങ്ങിയ പാർലറായിരുന്നു. അപ്പോൾ എനിക്ക് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം. ഇപ്പം എന്നെ പിടിച്ച സമയത്ത് ആ ഓഫീസർ പറഞ്ഞത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഞാനിത് സെയിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാമല്ലോ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലാണ്. അപ്പോൾ അവരെല്ലാവരും, രണ്ടാമത് ഞാൻ തുടങ്ങി പാർലർ, എനിക്ക് തണൽ അവർ തുടങ്ങി തന്നായിരുന്നു. അപ്പോൾ എനിക്ക് പഴയ കസ്റ്റമേഴ്സൊക്കെ എന്നോട് വരുമായിരുന്നു. അവരൊക്കെ ആകെ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലല്ലോ, സ്ഥിരമായിട്ട് കുറേ വരുന്ന ആൾക്കാരാണ്, ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ല. അപ്പോൾ അവരെല്ലാവരും വേണ്ടി എന്നോട് പറയാറുണ്ട്, ഞാൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു, ഞങ്ങളാകെ വിഷമിച്ചതായിരുന്നു. അയ്യോ ഇത് ആളങ്ങനെയല്ലല്ലോ, അങ്ങനെയാണ്. അവരെ അറിയാത്തവർ നമ്മൾ പല കഥകളും, അപ്പം അവർക്ക് എന്നെ കുറിച്ച് അറിയില്ല. അപ്പം ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ അതിപ്പോൾ അവരെ പറഞ്ഞിട്ടും തെറ്റു പറഞ്ഞിട്ട് ആരാണെങ്കിലും ബ്യൂട്ടി പാർലർ, അപ്പം അതിൻ്റെ കുറേ കേസുകൾ വരുന്ന കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കും. അറിയാത്തവർ നമ്മൾ പക്ഷെ അറിഞ്ഞ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ചിലർ ഈ കേസ് വന്നപ്പോൾ നമ്മളെ അങ്ങോട്ട് ഒറ്റപ്പെടുത്തി. ഇപ്പോൾ മരുമകളും അനിയത്തിയുമായിട്ട് ഗൂഢാലോചനയുടെ പുറത്തുണ്ടായ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ ചേച്ചിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ടോ? ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഈ നാരായണദാസാണ് ഈ വ്യക്തിയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ നാരായണദാസിനെ എനിക്കറിയില്ല. ഞാൻ ഈ കേസിൽ വന്ന് ആദ്യമായിട്ട് കേൾക്കണ പേരാണ് ഈ നാരായണദാസ്. അപ്പൊ ഈ അറിയാതെ ഒരു വ്യക്തി എന്നെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവര് കണ്ടുപിടിച്ചത് ഈ മരുമോളുടെ അനിയത്തിയായിട്ട് ഈ നാരായണദാസ് ഇവര് ബാംഗ്ലൂരിൽ ഒരുമിച്ച് താമസിക്കുകയാണ്. പിന്നെ ഇവർക്ക് അക്കൗണ്ട് വഴി എന്താ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഇവർ കണ്ടുപിടിച്ചിട്ട്. അവർ കണ്ടുപിടിച്ചിട്ടാണ് എനിക്കറിയണത് നാരായണദാസും ഈ മരുമോളുടെ അനിയത്തിയും ബാംഗ്ലൂരിൽ ഒരുമിച്ചാണ്. അപ്പോൾ ആള് സമ്മതിച്ചപ്പോൾ ഈ മരുമോളുടെ അനിയത്തി, അവളുടെ പേര് ലിവിയ, അവള് പറഞ്ഞിട്ടാണ് ആള് വിളിച്ചു പറഞ്ഞ്. ഇപ്പൊ ആളെ പിടിച്ചല്ലോ, ആളിപ്പോ സമ്മതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവളിവിടെ ഇല്ല, അവള് ദുബായിലാണ്. ഇനിയിപ്പോ അവളെ വിളിച്ചു വരുത്തൂന്നൊക്കെ പറയണത്. അവള് വന്നെങ്കിലാണ്. പിന്നെ നൈജീരിയക്കാരൻ ഇവരെ പറ്റിച്ചു എന്നാ പറയണ. ഇതൊക്കെ നമ്മൾ ന്യൂസിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ വിവരം അറിയണത്.
ഇപ്പോൾ അതിനുശേഷം ഒരു ഒറ്റപ്പെടലായിരുന്നല്ലോ, ഇപ്പൊ ഈ ഒരു കേസിന് ശേഷം ഒരു ഒറ്റപ്പെടലായിരുന്നു. അതായത് മകനെ അത്രയും സ്നേഹിച്ച് വളർത്തിയിട്ട് പെട്ടെന്ന് ഒരു ദിവസം അകന്ന് മാറി മാറി നിൽക്കുമ്പോഴേക്കുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം. ഇപ്പൊ ആ ഒരു വേദനയായിട്ട് യൂസ്ഡ് ആയി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ആയി എന്ന് തോന്നുന്നു അല്ലെ? ഇപ്പൊ എങ്ങനെ ലൈഫ് പോണത്? ഇപ്പൊ ലൈഫ് രണ്ടാമത് ആദ്യം പാർലർ പോയി, പിന്നെ രണ്ടാമതും തുടങ്ങി, പിന്നെ അത് വിജയിച്ചില്ല. അതിൽ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. അപ്പോൾ അത് പാർലറും വെച്ചിട്ട് എനിക്ക് രണ്ടാമത് തുടങ്ങിയത് വാടകയും കൂടുതലായിരുന്നു. അപ്പം ഞാനത് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ചെന്നൈയിലായിരുന്നു 6 മാസം, അവിടെ ഡേ കെയറിലായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണമെന്നൊക്കെ തോന്നി. കേസിൻ്റെ മകനും ഇങ്ങനെ പോയി അങ്ങനെ ആയപ്പോൾ എനിക്ക് കുറച്ച് ഇവിടെ നിന്ന് മാറി നിൽക്കണം തോന്നി. അങ്ങനെയാണ് ചെന്നൈയിൽ 6 മാസം ഉണ്ടായത്. നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ കുറച്ച് ബാധ്യത തീർത്ത് കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഈ കേസിൻ്റെ ഇതിന് മൊഴിയെടുക്കാൻ അങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ഹസ്ബൻഡിനൊന്നും സുഖമില്ലാണ്ടായി. അപ്പോൾ അങ്ങനെയായിട്ട് നാട്ടിലിപ്പോൾ വന്നിട്ട് 1 മാസമായി. കുറച്ച് നാളുകൾ മുന്നേ തുടങ്ങിയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ചിന്തിച്ചിട്ട് ചെയ്തൊരു കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. അതായത് കറക്റ്റായിട്ട് അത് ബാഗിലും വണ്ടിയിലും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മിസ്സായെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് അവർ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്, കറക്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. ഈ പോലീസ് വന്നിട്ടുള്ള ഒരു സാഹചര്യം, പോലീസ് വരാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അന്ന് ഓർക്കുന്നുണ്ടോ? അന്നത്തെ ആ ഒരു ദിവസം പോലീസിൽ എക്സൈസാണ് വരാനുള്ള സാഹചര്യം. ഈ കോള് വന്നിട്ടാണ് അവർക്ക് ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ മയക്കമരുന്നുണ്ട് അവർക്ക് കോള് വന്നിട്ടാണ് അവർ വന്ന്. അത് കോള് വന്നതുമല്ല, കറക്റ്റ് സ്ഥലം അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെച്ച സ്ഥലം ബാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചതും വണ്ടിയിൽ വെച്ചതും കറക്റ്റ് സ്ഥലം പറഞ്ഞു. കറക്റ്റ് അവർ വന്നിട്ട് എക്സൈസുകാർ അവർ ഫെബ്രുവരി 2023 ഫെബ്രുവരി 27-ാം തീയതിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വൈകിട്ട് ഒരു 3:30-4 മണിയോട് കൂടി വന്നു. ഇങ്ങനെ പറയണം, ഇങ്ങനെ അവർക്ക് കോള് വന്നു, ഷീല സന്നിയല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട്, അറസ്റ്റ് അങ്ങനെ. അപ്പോൾ പാർലറിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, പക്ഷെ അവരെവിടെയും അന്വേഷിച്ചില്ല. കറക്റ്റ് ബാഗിൽ നിന്നും വണ്ടിയിൽ നിന്നുമാണ് അവർ അതെടുത്തത്. ഇപ്പം എനിക്ക് വേണമെങ്കിൽ പാർലറിൽ എവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇല്ല ഞാൻ അങ്ങനെ മയക്കമരുന്ന് ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ഈ വണ്ടി പറഞ്ഞെങ്കിൽ വണ്ടി റോട്ടിലാണ് നിർത്തിയിരിക്കുന്നത്, ടൗണാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവർ ആ സമയത്ത് മഹസർ എഴുതിയതും തെറ്റാണ്. ഞാൻ പുറത്ത് വെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. പക്ഷെ ഞാൻ അന്ന് പുറത്തിറങ്ങിയിട്ടേ ഇല്ല. അത് ആ CCTV-യുടെ ഒക്കെ ദൃശ്യം വെച്ചിട്ടാണ് എനിക്ക് ആ ജാമ്യം കിട്ടിയത്. ഭർത്താവ് ഇല്ല എന്നുള്ള രീതിയിൽ കമന്റുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് ഭർത്താവ് ഉണ്ട്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നുണ്ട് ആളെന്നുള്ളത് ചേച്ചിക്ക് അറിയാം. പക്ഷെ ആളുകൾ അവർക്ക് തോന്നിയ രീതിയിലാണ് അവർ കമന്റുകൾ കാര്യങ്ങൾ ഇടുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷത്തെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും മറുപക്ഷത്ത് ആളുകൾ കുത്തി നോക്കാനും ഉണ്ട്. അപ്പോൾ ചേച്ചിക്ക് എന്താ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത്, സൈബർ ബുള്ളിങ്ങിന്റെ കാര്യത്തിൽ? അങ്ങനെ അതിപ്പോ എന്നെ അറിയാതെ വ്യക്തികളല്ലേ. ഇപ്പൊ ആൾക്ക് പറഞ്ഞെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഇങ്ങനെ വരാനൊന്നും താല്പര്യമില്ല. ആദ്യം തന്നെ വന്നപ്പോൾ ആള് ഏതോ ഒരു വീഡിയോയിൽ എന്തോ വന്നിട്ടുള്ളൂ. ആളങ്ങനെ ഒരു ഇതിലും വരില്ല. അപ്പൊ ഇഷ്ടമില്ലാത്ത ആളെ നമ്മൾ നിർബന്ധിച്ച് വീഡിയോയുടെ മുമ്പിൽ നിർത്താൻ പറ്റൂലല്ലോ. അപ്പൊ ഹസ്ബൻഡ് നമുക്ക് ബാക്കിൽ എല്ലാ സപ്പോർട്ടും ആള് തരും. പിന്നെ ആൾക്ക് ഒരു സുഖമില്ല. ഇപ്പൊ കാലിലിപ്പോൾ ഹോസ്പിറ്റലിൽ ആളെ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. ആൾക്ക് കാല് മുട്ട് തേയ്മാനമായിട്ട്. അപ്പോൾ ആളങ്ങനെ പിന്നെ അധികം ഒന്നും നടക്കാൻ പറ്റില്ല. ഇപ്പം ഇടയ്ക്കാണ് പെട്ടെന്ന് ആൾക്ക് സുഖമില്ലാണ്ടായത്. അപ്പോൾ ആളങ്ങനെ മീഡിയയുടെ മുമ്പിൽ വരാൻ താല്പര്യം. ഇപ്പം മോളാണെങ്കിലും മരുമോനാണെങ്കിലും അവർക്കൊന്നും മീഡിയയുടെ മുമ്പിൽ ഇപ്പം ഞാൻ വരുന്നതും എനിക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയണം, ഇല്ല എൻ്റെ കാര്യം ഞാനല്ല പറയാൻ പറ്റുള്ളൂ. എൻ്റെ സത്യാവസ്ഥ പറയണമെങ്കിൽ ഞാൻ പുറത്തു വന്ന് ഞാൻ പറഞ്ഞെങ്കിലേ അത് അറിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ആള്. ദൈവവിശ്വാസം നന്നായിട്ടുണ്ട്. അതാണല്ലോ രക്ഷപ്പെട്ടത്. ഇപ്പം ഞാൻ ഓർക്കുന്നത് നൈജീരിയക്കാരൻ വഴി ദൈവം എന്നെ സഹായിച്ചു. അത് ആ ഒറിജിനൽ ആണെങ്കിൽ, ആ കൊടുത്തത് ആള് പറ്റിച്ചു. ഒറിജിനൽ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയ എൻ്റെ അവസ്ഥ. ഒരു തെറ്റും ചെയ്യാതെ മയക്കമരുന്ന് എന്താണ്ടും കൂടി അറിയാതെ ഒരു വ്യക്തി, ഒരു സാധാരണമായ ഒരു വീട്ടമ്മ, ഒരു ചെറിയ സംരംഭം വെച്ച് അതുകൊണ്ട് ജീവിച്ചു പോണ ഒരു വ്യക്തിയാണ്. ഇപ്പൊ വേറെ ആർക്കും ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഇപ്പൊ മരുമോൾക്കാണെങ്കിലും അനിയത്തി എനിക്ക് നല്ല ബോധ്യമുണ്ട്.
ഞാൻ അങ്ങനെ ഒരു പീഡിപ്പിക്കണതോ അല്ലെങ്കിൽ അവരുടെ പൈസ പറ്റിച്ചതോ ഒന്നുമല്ല. പക്ഷെ ഇത് ഇപ്പോഴും എനിക്ക് പിടികിട്ടാതെ ഇപ്പോഴും എനിക്ക് പറയുന്നത് എനിക്ക് അറിയില്ല എന്തിനു വേണ്ടി ഇവർ ചെയ്തതെന്ന്. പിന്നെ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാനും മകനും നല്ല നല്ല ഇതായിരുന്നു. അതായത് എന്ത് കാര്യം മോന് എന്നോട് ചോദിക്കും. അങ്ങനത്തെ ഒരു നല്ല സ്നേഹബന്ധമായിരുന്നു. ഇപ്പം എനിക്കും ഇപ്പോൾ എൻ്റെ കൂട്ടുകാരികളാണെങ്കിലും എന്നോട് ചോദിക്കും. എൻ്റെ മോൻ്റെ പേര് സംഗീതനാണ്. എൻ്റെ പിന്നിൽ നടന്നുകൊണ്ടുണ്ടായിരുന്ന ചെറുക്കനെ ഇപ്പം മാറിയപ്പോൾ അവരെല്ലാവരും ചോദിക്കാറുണ്ട്, സംഗീത് നീ എന്ത് നല്ലതായിട്ടാണ് സംഗീതനെ കൊണ്ടു നടന്നത്, ഇപ്പം അവൻ എങ്ങനെ മാറി. പക്ഷെ അതാണ് ഇപ്പം അറിയില്ല എനിക്ക് അവരത് എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന്. ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറ്റാനായിരിക്കാം. ഇപ്പം വീട്ടിൽ നിന്ന് സാധാരണയായിട്ട് മാറ്റാൻ പറഞ്ഞെങ്കിൽ പറ്റൂല. മോനും ഞാനും നല്ല സ്നേഹത്തിലാണെങ്കിൽ മോന് സമ്മതിക്കൂലല്ലോ എന്നെ പോവാനായിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു കേസ് കൊണ്ടുവന്നെങ്കിൽ നമ്മളെ ഒരു എന്നേക്കും ഇല്ലാതാക്ക. എന്തായെങ്കിലും ഞാൻ ജയിലിൽ കിടക്കും, ഇനി പുറത്തു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ നാട് വിട്ടു പോകും. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം അവരിങ്ങനെ ചെയ്തത്. സ്വത്തും മുതലും തട്ടിയെടുത്ത് പറഞ്ഞെങ്കിൽ അത് കേസ് കൊടുക്കാം അല്ലേ, നിയമപരമായിട്ട് തന്നെ അവര് ചെയ്യാമായിരുന്നു. മകൻ ഇനി എന്തെങ്കിലും കാര്യത്തിന് അല്ലെങ്കിൽ എന്താ പറയാ പൊറുക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും റെസ്പോണ്ട് ചെയ്യുക? നമ്മൾ ക്ഷമിക്കാം, അമ്മയല്ലേ പക്ഷെ ഇന്ന് ഇനി എന്തെങ്കിലും ഒരുമിച്ചുള്ള ഒരു ഇതുണ്ടാവില്ല. ഞാൻ പറയണത് അവരെവിടെയാണെങ്കിലും അവന് സന്തോഷമായിട്ടിരിക്കട്ടെ. ഇപ്പം എനിക്ക് എന്തായെങ്കിലും ഒരു അമ്മയ്ക്കും മക്കളെ തള്ളി പറയാൻ പറ്റൂല. അപ്പം അവനൊരു തെറ്റ് ചെയ്ത തെറ്റിന് എന്തായെങ്കിലും ശിക്ഷ കിട്ടിയിരിക്കണം. പിന്നെ ഇനി ഒരുമിച്ചുള്ള ഒരു താമസം എന്തായെങ്കിലും ഉണ്ടാവില്ല. അപ്പം ഇനിയും വീണ്ടും ഇങ്ങനത്തെ ഒരു കേസിലേക്ക് പോവുക പറഞ്ഞെങ്കിൽ അത് പേടിയാണ്. അല്ലാണ്ട് ഇനി വയസ്സാകാലത്ത് ഇനി പോയിട്ട് ജയിലിൽ കിടക്കാനൊന്നും നമുക്ക് ഇതില്ല. ഒരു സ്ത്രീ ഒരു 72 ദിവസം ജയിലിൽ കിടക്കുക എന്ന് പറയുമ്പോഴേക്കും അതൊരു വളരെ ദയനീയമായിട്ടുള്ള, അതും നിസ്സാര കാര്യമല്ല, നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീ ജയിലിൽ കിടക്കുമ്പോൾ അത്ര ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ജയിലിൽ പോയി പിന്നെ ഇത്ര കേസ് ഭയങ്കര വൈറലായിരുന്നല്ലോ. ബ്യൂട്ടി പാർലർ ഉടമ മയക്കമരുന്ന് ഇത് അറസ്റ്റിലായി പറഞ്ഞിട്ട് എല്ലാ ഇതിലും മാധ്യമങ്ങളിലും എൻ്റെ വാർത്തയായിരുന്നു. പക്ഷെ ജയിലിലുള്ള സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയ വാർത്തയാവുമെന്ന്. പിന്നെ ഹസ്ബൻഡും മരുമോനൊക്കെ കാണാൻ വരുമ്പോഴാണ് അവരാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഭയങ്കര വാർത്തയായി അങ്ങനെയാണ്. പക്ഷെ അപ്പോഴും ഞാനും ഓർക്കും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു വിവരം അറിയില്ല. ഈ മയക്കുമരുന്നിനെ കുറിച്ചിട്ട് ഒരു വിവരം എനിക്കറിയില്ല. എൻ്റെ ബാഗിൽ എങ്ങനെയാണ് വന്ന് ഞാൻ തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ആകെ എന്താ പറയുക, എനിക്ക് അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. ഇപ്പം ഞാനത് എങ്ങനെയാണ് കടന്നുപോയേ പറഞ്ഞിട്ട് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ആ കാലഘട്ടങ്ങളൊക്കെ നീയായ കാരണം ഇങ്ങനെയൊക്കെ പിടിച്ചു നിന്നു, ഞങ്ങളാണെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. കൂട്ടുകാരികളും അറിയണവരൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയത് പിടിച്ചു നിന്നതിന് എനിക്കിപ്പോഴും മനസ്സിലായി. പിന്നെ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ തെറ്റുകാരിയല്ലാണ്, എനിക്ക് മയക്കുമരുന്നായിട്ട് ഒരു കണക്ഷനും ഇല്ലാണ്, എനിക്ക് നല്ല ഉറപ്പുണ്ടായി. അപ്പം സത്യം എന്നാണെങ്കിലും ജയിക്കും. പിന്നെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല നമ്മുടെ കാര്യത്തിൽ. അപ്പം എന്തെങ്കിലും ഒരു ദൈവത്തിന് അറിഞ്ഞ എന്തെങ്കിലും ഒരു ചിലപ്പോൾ എൻ്റെ നല്ലതിനായിരിക്കാം. അങ്ങനെ എനിക്കിപ്പോൾ സഹിക്കാനുള്ള ശക്തിയുള്ള കാരണം ദൈവം എനിക്ക് ആ സഹനം തന്നതായിരിക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് വാർത്ത വന്നു പറഞ്ഞെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ആകെ, എനിക്ക് പാർലർ ഉണ്ടായി, അത് പോയി. എൻ്റെ ജീവിത മാർഗമായിരുന്നു ആ പാർലർ. ആ പാർലർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം നോക്കിക്കൊണ്ട്. ഹസ്ബൻഡ് ഉണ്ടായി, ഹസ്ബൻഡിന് കുറച്ച് സുഖമില്ലാത്ത കാരണം ആള് അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാനായിരുന്നു നോക്കിയിരുന്നത്. ആ പാർലർ തന്നെ എൻ്റെ കൈവിട്ടു പോയി. പിന്നെ ഈ മയക്കമരുന്നിൻ്റെ കേസിൽ പറയുമ്പോൾ സാധാരണ ഒരു സ്ത്രീ ജയിലിൽ പോകുമ്പോൾ പലരും പല കഥകളും മെനയാം. മരുമകളെയും കൂടി പ്രതി ചേർക്കേണ്ട വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുണ്ട് എന്നുള്ളൊരു രീതിയിലേക്ക് അത് പോകുമല്ലോ. അപ്പം അമ്മ അത് ഓർത്തില്ല എന്നുള്ള രീതിയിൽ മകൻ കുറ്റപ്പെടുത്താനായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല, അത് കുറ്റപ്പെടുത്താൻ പറഞ്ഞെങ്കിൽ നമ്മൾ ഇപ്പം നുണയൊന്നുമില്ലല്ലോ, സത്യാവസ്ഥ ഇതാണല്ലോ. അതല്ല, പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നവരാകുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ലോജിക്കായിട്ട് ചിന്തിച്ചാൽ അങ്ങനെ ഒരു ഇതുമില്ല.
ഇല്ല, തെറ്റ് ചെയ്തെങ്കിൽ ഇപ്പൊ ആരായെങ്കിലും ശിക്ഷ കിട്ടിയിരിക്കണം. ഇപ്പൊ എൻ്റെ ഒരു ജീവിതം തന്നെ ഇപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇപ്പൊ ഞാൻ ആത്മഹത്യ ആ സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ കുറേ ഒരു സാധാരണ സ്ത്രീ ഇങ്ങനെ മയക്കമരുന്ന് കേസിൽ പിടിപെട്ടു, കുറേ ഇല്ലാത്ത കഥകളൊക്കെ കേട്ടു, എത്രമാത്രം ഞാൻ വിഷമിച്ചിട്ടുണ്ടാവും. ആ സമയങ്ങളൊക്കെ ഞാൻ ഇപ്പം കൂടി ഓർക്കാൻ ആഗ്രഹിക്കാതെ ഓരോരു ഇതാണ്. എന്തോ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പിന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച എനിക്ക് വിശ്വാസം കൊണ്ട് പിന്നെ ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ട് ഇന്നില്ലെങ്കിൽ നാളെ സത്യം ജയിക്കും, എന്തായെങ്കിലും തെളിയും, അങ്ങനെ നല്ല എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായി. അത് കാരണമാണ് ഞാൻ ഒരു ആത്മഹത്യ ഒരു ചിന്തയിലേക്ക് പോവാതെ ധൈര്യത്തോടു കൂടി ഞാൻ പിടിച്ചു നിന്നത്. ഇപ്പോഴും ആ ഇതിലോട്ട് ഞാൻ മുന്നോട്ട് പോണത്. ആർക്കും ഞാൻ ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അതെനിക്ക് നല്ല ഉറച്ച വിശ്വാസമാണ്. അപ്പോൾ ഇനിയും അങ്ങനെ ബാധ്യത ഉണ്ടെങ്കിലും അതിപ്പോൾ എന്തായെങ്കിലും ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട് നമുക്ക് പണിയെടുക്കാനായിട്ടുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് ചെന്നൈയിലേക്ക് പോയി ജോലി ചെയ്ത് കുറച്ച് ബാധ്യതയൊക്കെ തീർത്തു. ഇനിയും എന്തെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ആ കേസിൻ്റെ കാര്യമൊക്കെ ആയിട്ട് വന്നപ്പോൾ പിന്നെ ഹസ്ബൻഡിന് സുഖമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനുണ്ടായി. ആ കാര്യത്തിനൊക്കെ വന്നപ്പോൾ ഇപ്പോൾ അവിടെ വേറെ ഒരാൾ അവരെടുത്തു. ഇനിയിപ്പോൾ വേറെ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായെങ്കിലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പം മരുമോളാണെങ്കിലും മകനാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് എന്തായെങ്കിലും ശിക്ഷ കിട്ടിയിരിക്കണം. ഇനി നാളെ ആർക്കാണെങ്കിലും ഇതൊരു ശിക്ഷ കിട്ടിയെങ്കിലാണ് അതൊരു പാടായിട്ട് ഇരിക്കുള്ളൂ. ഇനിമേലിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം. ഇപ്പം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്, അല്ലാണ്ട് മയക്കമരുന്ന് വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പം എന്നിട്ടാ പറയാ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും പറ. അത് ശരിയാണ്. ഇപ്പം അവര് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇത്രയ്ക്കൊക്കെ പ്രശ്നം വരുമെന്ന്. അവര് വെച്ചത് അവർ വിചാരിച്ച ഒറിജിനൽ ആണല്ലോ. അപ്പം ഞാൻ എന്തായെങ്കിലും ജയിലിൽ കിടക്കും, അപ്പം ആരും ഇല്ല, പിന്നെ സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുള്ള കാരണം എന്നെ പുറത്തെടുക്കാനായിട്ടും ആരില്ല, അങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാം കാണുന്ന മുകളിലൊരാളുണ്ട്. അതാണിപ്പോൾ എനിക്ക് സത്യമുള്ള കാരണമാണ് ദൈവം എന്നെ ഇങ്ങനെ സഹായിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേച്ചി. സത്യം ചെയ്യിക്കട്ടെ.